ആർട്ടിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2024, 23, 22 വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഭാഗത്തു നിന്നുമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു നമ്മൾ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഇതിന്റെ എക്സ്പ്ലനേറ്റീവ് വീഡിയോസ് ആണ്. സോ അതിൽ നമ്മൾ 3 വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ഈ 3 വർഷങ്ങളിലായിട്ട് 7ഓളം ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ഈ 3ഓളം വർഷങ്ങളിലായിട്ട് 7ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതിൽ റിപ്പീറ്റ് ചെയ്ത് 3 വർഷത്തിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യനും പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗുമായി ബന്ധപ്പെട്ടതാണ്. ഡിഫൈൻ ലേണിംഗ്, എനുമറേറ്റ് ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ബൈ എക്സ്പ്ലെയിനിങ് മീനിങ് ആൻഡ് റോട്ട് ലേണിംഗ്, ഡിസ്ക്രൈബ് ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ, വാട്ട് ഡു യു മീൻ ബൈ ലേണിംഗ്, എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്. സോ ഇതിൽ നിങ്ങൾക്കറിയാം ഈ 3 ക്വസ്റ്റ്യൻസിനും ഒരേ ആൻസർ ആണ് നമുക്ക് എഴുതാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? പിന്നെ രണ്ടാമതായിട്ട് ഈ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടെക്നിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ആൻഡ് സെൽഫ് ലേണിംഗ് എന്നുള്ളതാണ്. അതിൽ ആക്റ്റീവ് ലേണിംഗിന്റെ ടെക്നിക്സും സെൽഫ് ലേണിംഗിന്റെ ടെക്നിക്സും ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആക്റ്റീവ് ആൻഡ് സെൽഫ് ലേണിംഗിന്റെ ടെക്നിക്സിനെ മൊത്തമായിട്ട് ഒരുമിച്ച് എഴുതാൻ കഴിയുന്നതുമാണ്. 5ാമത്തെ ക്വസ്റ്റിനും അത് തന്നെയാണ്, എക്സ്പ്ലെയിൻ ടെക്നിക്സ് ഓഫ് സെൽഫ് ലേണിംഗ്. ദെൻ തേർഡ് ഏരിയ എന്ന് പറയുന്നത്, അതായത് 3ാമത്തെ ഒരു ഡയമെൻഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, ഡിസ്കസ് ദി പർപ്പസ് ഓഫ് ലേണിംഗ് ഇൻ ദി സ്കൂൾ ബൈ അനലൈസിംഗ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്നുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ടീച്ചിങ്, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ് എന്നുള്ളത്. സോ ഇവിടെ 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരേ ആൻസർ ആണ് നമ്മൾ കോട്ട് ചെയ്യേണ്ടത്. 4ഉം 5ഉം ചോദ്യങ്ങൾക്ക് ഒരേ ആൻസർ ആണ്. 6ാമത്തെ ചോദ്യത്തിന് മറ്റൊരു ആൻസർ ആണ്. 7ാമത്തെ ചോദ്യത്തിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ എഴുതാൻ പറ്റുന്ന ചോദ്യവുമാണ്. ആദ്യം നമുക്ക് നോക്കാം. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് 2 മേഖലകളായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1ാമത്തെ ഏരിയ എന്ന് പറയുന്നത് ലേണിംഗ് എന്നുള്ളതാണ്. 2ാമത്തെ ഏരിയ എന്നുള്ളത് ടീച്ചിങ് ആണ്. അപ്പോൾ ലേണിംഗിന്റെ ഡെഫിനിഷൻസും മീനിങ്ങും എലമെന്റ്സും പ്രിൻസിപ്പിൾസും ഇംപ്ലിക്കേഷൻസുമാണ് അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു 4 ടൈപ്പ് ഓഫ് ലേണിംഗ് ഏതൊക്കെ എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ റോട്ട് ലേണിംഗ് എന്താണ്, മീനിങ് ലേണിംഗ് എന്താണ്, ആക്റ്റീവ് ലേണിംഗ് എന്താണ്, സെൽഫ് ലേണിംഗ് എന്താണ്. ഇങ്ങനെ ഒരു 4 ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ലേണിംഗുകളുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. റോട്ട് ലേണിംഗ്, മീനിങ് ലേണിംഗ്, ആക്റ്റീവ് ലേണിംഗ് ആൻഡ് സെൽഫ് ലേണിംഗ്. സോ ഇവിടെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിലും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് ലേണിംഗിന്റെ മീനിങ്സ്, അതേപോലെ തന്നെ എലമെന്റ്സ് എന്നുള്ളത്. പിന്നെ നമ്മളോട് പ്രത്യേകം എടുത്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്നുള്ളത്. സോ ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. 3 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റോട്ട് ലേണിംഗും മീനിങ് ലേണിംഗിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് റോട്ട് ലേണിംഗ് എന്നുള്ളത് നമ്മൾ അറിയണം. അതേപോലെ തന്നെ മീനിങ് ലേണിംഗ് എന്താണെന്നുള്ളത് അറിയണം. അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിലും PDF-ലും ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. റോട്ട് ലേണിംഗ് ഈസ് റീപ്രൊഡക്ഷൻ ഓഫ് ദി ലേൺഡ് മെറ്റീരിയൽ വെർബാറ്റം എന്നുള്ളത്. റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് റീപ്രൊഡ്യൂസ് ചെയ്യുക മാത്രമാണ്. അതായത് ആ കുട്ടികളുടെ വ്യക്തമായിട്ടുള്ള കുട്ടികളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അവിടെ കുറയുന്നു എന്നുള്ളതാണ് റോട്ട് ലേണിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദ ലേണർ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ചെക്കിംഗ് വെദർ ദ മെറ്റീരിയൽ ലേൺഡ് ബൈ ഹിം ഈസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. ഒരു സ്റ്റുഡന്റ് പഠിച്ചിട്ടുള്ള അറിവുകൾ അത് കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് ആ കുട്ടി തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. ഏതിലാണെങ്കിൽ? അത് റോട്ട് ലേണിംഗിലാണെങ്കിൽ. അതേസമയം മീനിങ് ലേണിംഗിലാണെങ്കിൽ കുട്ടികൾ സ്വമേധയാ എഫേർട്ട് ഇട്ട് സ്വന്തമായിട്ട് പഠിച്ച് അതിന്റെ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ സ്വന്തമായി പ്രിപ്പയർ ചെയ്ത് റെഫറൻസുകളൊക്കെ നടത്തിക്കൊണ്ട് പ്രൊജക്ടുകളിലൊക്കെ ഇൻവോൾവ് ആയി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയെയാണെന്ന് പറയുന്നത് മീനിങ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓൺ ദി അതർ ഹാൻഡ്, ഇൻ മീനിങ് ലേണിംഗ് ദ ലേണർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്റേണലൈസ് ദ മാറ്റർ ദം ലേൺ. So they do not try to reproduce the matter learned as such as, but try to express it in their own language. In other words, the output of the meaningful learner will be much more than the input they received. അതായത് അവർ എത്രത്തോളം
സ്വീകരിക്കുന്നോ അതിനേക്കാൾ കൂടുതൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഏതിലാണെങ്കിൽ? മീനിങ് ലേണിംഗിലാണെങ്കിൽ. അഥവാ ഇവർ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, മീനിങ് ലേണിംഗിൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഐഡിയയിൽ, അവരുടേതായിട്ടുള്ള കോൺസെപ്റ്റിൽ ആ ആശയത്തെ എക്സ്പ്രസ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മീനിങ് ലേണിംഗിന്റെ അർത്ഥതലങ്ങളിൽ എടുത്തു പറയുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് മീനിങ് ലേണിംഗ് ആണ്. നമ്മുടെ സ്വയം എഫേർട്ടും സെൽഫ് എഫേർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡ് ഒക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു യൂണിറ്റിൽ കൺസ്ട്രക്റ്റിവിസത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. സോ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന 2 ഡയമെൻഷനിൽ നമുക്ക് പ്രിൻസിപ്പിൾസ് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളതിൽ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ 4 പ്രിൻസിപ്പിളുകളാണ് ഇവിടെ എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. ലേണിംഗ് ത്രൂ ഇമിറ്റേഷൻസ് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ലേണിംഗ് ത്രൂ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുള്ളതാണ്. 3 ലേണിംഗ് ത്രൂ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ലേണിംഗ് ത്രൂ ഇൻസൈറ്റ് എന്നുള്ളതാണ്. ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉൾക്കാഴ്ചക്കനുസരിച്ച് പഠിക്കുന്നതിനെയാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് തെറ്റുവരുത്തി തിരുത്തി വീണ്ടും ചെയ്ത് തെറ്റുവരുത്തി തിരുത്തി അങ്ങനെ ചെയ്ത് തിരുത്തി പഠിക്കുന്ന രീതിയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിക്കുന്നതിനെയാണ് കണ്ടീഷൻഡ് എന്ന് പറയുന്നത്. മറ്റുള്ളവരത് കണ്ടു പഠിക്കുന്നതിനെയാണ് ഇമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസുകളൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ദെൻ ഇതേ ബേസിക് പ്രിൻസിപ്പിൾസിന്റെ ഇംപ്ലിക്കേഷൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലേണിംഗ് ഈസ് എ ഫോം ഓഫ് ഗ്രോത്ത് ആണ്. പഠനം എന്ന് പറയുന്നത് ഒരു വളർച്ചയാണ്. ദെൻ ലേണിംഗ് ഈസ് അഡ്ജസ്റ്റ്മെന്റ് ടു വൺസ് എൻവയോൺമെന്റ്. നമ്മളുടെ എൻവയോൺമെന്റിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണ് പഠനം എന്ന് പറയുന്നത്. ലേണിംഗ് ഈസ് ഓർഗനൈസിങ് എക്സ്പീരിയൻസസ്. നമ്മൾ അറിവുകളെ നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ നേടുകയും നേടിയ എക്സ്പീരിയൻസുകൾ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് വ്യക്തമായി കൃത്യമായി ഓർഗനൈസ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ലേണിംഗ് പെർഫെക്റ്റ് ആവുന്നത്. അതുകൊണ്ട് ഒരു ഓർഗനൈസിങ് എക്സ്പീരിയൻസ് ആണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ഈസ് പർപ്പസ്ഫുൾ. കൃത്യമായി വ്യക്തതയോടുകൂടി പഠിക്കുന്നതാണ്. ലേണിംഗ് ഈസ് ആൻ ഇന്റലിജന്റ് ആക്ട് എന്നുള്ളതാണ്. ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ഈസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ലേണിംഗിൽ എന്തുണ്ട്? ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നാണ്. ദെൻ അതുകൂടാതെ തന്നെ മറ്റു 6 ഇംപ്ലിക്കേഷൻസും കൂടി ഇതിൽ എടുത്ത് പറയുന്നുണ്ട്. ലേണിംഗ് ഈസ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എന്നുള്ളതാണ്. ലേണിംഗ് കനോട്ട് ബി ഫോഴ്സ്ഡ്. നിർബന്ധിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല ലേണിംഗ്. അത് കുട്ടികൾ സ്വമേധയാ ആ കുട്ടികൾ മോട്ടിവേറ്റ് ചെയ്ത് കുട്ടികളിൽ ആ താല്പര്യം ജനിപ്പിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പഠിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ലേണിംഗ് ടേക്സ് പ്ലേസ് ഓൺലി വെൻ ദ ലേണർ ഇന്ററാക്ട്സ് വിത്ത് ഹിസ് എൻവയോൺമെന്റ്. ആ കുട്ടി എൻവയോൺമെന്റുമായി ഇന്ററാക്ട് ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് അറിവ് കഴിയൂ എന്നുള്ളതാണ്. ട്രൂ ലേണിംഗ് ബ്രിങ് ചേഞ്ചസ് ഇൻ ദി ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്. ഒരു യഥാർത്ഥ പഠനം എന്ന് പറയുന്നത് ആ കുട്ടികളുടെ പ്രവൃത്തിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നു. അത്തരത്തിൽ പ്രവൃത്തിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? പഠനം നടന്നു എന്ന് പറയുന്നുള്ളൂ. ലേണിംഗ് ഈസ് എ ഓൾ എന്നുള്ളതാണ്. മൊത്തത്തിലുള്ള ഒരു വളർച്ചയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്യാരക്ടറിലുള്ള മാറ്റം, അതേപോലെ തന്നെ അറിവിലുള്ള മാറ്റം, മനോഭാവത്തിലുള്ള മാറ്റം, അതേപോലെ തന്നെ ഇമോഷൻസിന്റെ സ്റ്റെബിലിറ്റി, അങ്ങനത്തെ ഓൾ ഓവർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓൾ ഓവർ ആയിട്ടുള്ള ഒരു മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഗെയിനിങ് ഇൻസൈറ്റ്സ് എന്നുള്ളതാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ഗെയിനിങ് ഇൻസൈറ്റ്സ്. ഉൾക്കാഴ്ചക്ക് അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിനും നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ അഭിരുചിക്കും അനുസരിച്ചായിരിക്കും ഒരു കുട്ടി ആ കുട്ടിയുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 3 ഡയമെൻഷനിലാണ് ഈ പ്രിൻസിപ്പിൾസിനെ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അത് എന്തൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് എന്നുള്ളതും അതിന്റെ ഇംപ്ലിക്കേഷൻസുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൽ 4 പ്രിൻസിപ്പിൾസുകളാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു 12ഓളം ഇംപ്ലിക്കേഷൻസുമാണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിന്റെ തന്നെ മറ്റൊരു ഡയമെൻഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.